കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നാനാനന്തരം അത് രാവിലെ കുളിച്ച് ശുദ്ധമായ ശേഷം നമ്മൾ ഈ മന്ത്രം നിത്യം ജപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ധനബാധ്യതകൾ അല്ലെ കടബാധ്യതകൾ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതല്ലേ പറയുന്നത്. ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നല്ലെങ്കിൽ രണ്ട് എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ധനാഗമനത്തിനുള്ള വഴികൾ നമുക്ക് തുറന്നു കിട്ടും. ഒന്നല്ല ഈ വഴികൾ നമുക്ക് പൈസ കടം മേടിക്കാത്ത കാര്യം തന്നെ കാണത്തില്ല. കടം വീട്ടാനുള്ള വഴികൾ തുറന്ന് കിട്ടിയാൽ പോരെ, ഒരു മാർഗം ഉണ്ടായാൽ പോരെ. അപ്പം നമുക്ക് ആ മാർഗം ഉണ്ടാവാനുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇപ്പം രാവിലെ കുളിച്ച്, അതായത് സ്നാനാനന്തരം നമുക്ക് ധനാകർഷണ ഭൈരവ മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്. ആ മന്ത്രം നമ്മൾ നിത്യം ജപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ബാധ്യതകൾ ഒഴിയാൻ, സാമ്പത്തിക ബാധ്യതകൾ തീരാൻ, ഒരു വഴി തുറന്ന് കിട്ടാൻ ഒക്കെ നമുക്ക് മഹാദേവൻ ഒരു വഴി കാണിച്ച് തരും. ഭൈരവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മഹാദേവൻ എന്നറിയാം. അറിയാം, ആ മഹാദേവൻ അതായത് മഹാലക്ഷ്മിയെ പോലെ തന്നെ പ്രാധാന്യം ധനത്തിൻ്റെ ദേവതയായിട്ട് കുബേരദേവന് ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ദേവൻ തന്നെയാണ് മഹാദേവൻ്റെ ധനാകർഷണ ഭൈരവമൂർത്തി. ഇപ്പം ഭൈരവ സങ്കല്പം തന്നെ ഒരുപാട് ഭൈരവ സങ്കല്പമുണ്ട്. ശ്മശാന ഭൈരവനുണ്ട്, ഭിന്ന ഭൈരവനുണ്ട്, അതുപോലെ ആകർഷണ ഭൈരവനുണ്ട്. അങ്ങനെ ഭൈരവമൂർത്തി മന്ത്രങ്ങൾ ഒരുപാട് ഭൈരവ സങ്കല്പത്തിൽ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. മഹാദേവൻ്റെ ആയാലും മഹാവിഷ്ണുവിൻ്റെ കൂട്ടും ഒരുപാട് അവതാരങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട അവതാരമാണ് ധനാകർഷണ ഭൈരവൻ. അതായത് ഭഗവാനെ വിളിക്കുന്നവർക്ക് ആ അപേക്ഷിക്കുന്ന ധനത്തെ പ്രദാനം ചെയ്യുക, ആ എക്കാലവും നിലനിൽക്കുന്ന രീതിയിലുള്ള ധനത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ധനാകർഷണ ഭൈരവമൂർത്തിയെ കൊണ്ട് പറയാനാകുന്നത്. അപ്പം അതിനെ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ എന്ത് മന്ത്രത്തിനും ഛന്ദസ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ധനാകർഷണ മൂർത്തിയുടെ മന്ത്രത്തിന് ഛന്ദസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു പേപ്പറും പേനയും എടുത്ത് അത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് സ്ഥിരമായിട്ട് ജപിക്കണം. ഓം അസ്യ സുവർണ ആകർഷണ ഭൈരവ മന്ത്രസ്യ ബ്രഹ്മ ഋഷി പങ്ക്തി ഛന്ദ ശ്രീ സുവർണ ആകർഷണ ഭൈരവ ദേവത. ഒന്നുകൂടെ പറയാം. ഓം അസ്യ സുവർണാകർഷണ ഭൈരവ മന്ത്രസ്യ ബ്രഹ്മ ഋഷി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ശിരോഭാഗത്ത് നമുക്ക് ഈ 3 വിരൽ കൊണ്ട് തൊടണം. അടുത്ത് നമുക്ക് ഈ മൂക്കിൻ്റെ താഴെ വരും, അതായത് മുഖം സങ്കല്പത്തിൽ മൂക്കിൻ്റെ താഴെ വരുമ്പോഴത്തേക്കും പങ്ക്തി ഛന്ദ. പിന്നെ ഹൃദയഭാഗം വരുമ്പോഴത്തേക്കും ശ്രീ സുവർണ ആകർഷണ ഭൈരവ ദേവത എന്ന് നമുക്ക് ഇത്ര തൊട്ടും ഛന്ദസായി. ഇത് നമ്മൾ ജപിച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വേണം ജപിക്കാൻ. ജപിച്ചിട്ട് മന്ത്രം ഞാൻ പറയാം. ഓം ശ്രീ സുവർണ ആകർഷണ ഭൈരവ പ്രസാദ സിദ്ധ്യർത്ഥേ സുവർണ ആകർഷണ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ ഓം ശ്രീ ധനാകർഷണ ഭൈരവ മൂർത്തേ നമ. ഓം ശ്രീ ധനാകർഷണ ഭൈരവായ നമ. ഈ മന്ത്രങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ 108 പ്രാവശ്യം, ഇല്ലെങ്കിൽ 18, 54, 61 തവണ നമുക്ക് പറ്റാവുന്നത്ര ഇത് നമുക്ക് നാരങ്ങാവിളക്ക് ഒന്നിൽ കത്തിച്ച് നമുക്ക് ജപിക്കാം. വൈകുന്നേരം ജപിക്കുകയാണെങ്കിൽ നാരങ്ങാവിളക്ക് കത്തിച്ച് മഹാദേവനെ പ്രാർത്ഥിച്ച് ജപിക്കാം. രാവിലെ കത്തിക്കുകയാണെങ്കിൽ നീരാഞ്ജനമായിട്ട്, അതായത് തേങ്ങ പൊട്ടിച്ച് തേങ്ങയ്ക്കകത്ത് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് നെയ്ത്തിരിയിട്ട് കത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് മുമ്പിൽ സാർ നിലവിളക്ക് കത്തിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. രാവിലെയും വൈകിട്ടാകുമ്പം 2 തിരി ഇടണം. രാവിലെ ആകുമ്പം നമുക്ക് തേങ്ങയ്ക്കകത്ത് ഓരോ തിരി കിഴക്കോട്ട് ദർശനമായിട്ട് ഇട്ട് കത്തിച്ചാൽ മതിയാവും. അപ്പം അങ്ങനെ നെയ്വിളക്ക് രാവിലെ, എണ്ണവിളക്ക് വൈകുന്നേരം നമുക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഇത് പറ്റുമെങ്കിൽ 41, 108 ദിവസം, 90 ദിവസം, അങ്ങനെ അവന് പറ്റാവുന്ന കാലയളവിൽ നമുക്കിത് സ്ഥിരമായിട്ട് ജപിക്കാം. ഇനി ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് ഈ ഛന്ദസ് ഓടണം. ഓം അസ്യ സുവർണാകർഷണ ഭൈരവ മന്ത്രസ്യ ബ്രഹ്മ ഋഷി പങ്ക്തി ഛന്ദ സുവർണാകർഷണ ഭൈരവ ദേവത. ഇപ്പം നമ്മൾ ഛന്ദസ് തൊട്ട് മന്ത്രം ജപിച്ച് വീണ്ടും ഛന്ദസ് തൊടുമ്പോഴേ ആ മന്ത്രം പൂർത്തിയാവുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുക. നമുക്ക് കടമുള്ളവർക്ക് കടം മാറാനായിട്ട് ഒരു വഴി തെളിഞ്ഞു കിട്ടും. നമുക്ക് ഇതുവരെ വേറെ ആരും യൂട്യൂബിൽ ഈ മന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത്രയും രഹസ്യ സ്വഭാവമുള്ള മന്ത്രമാണ്. അപ്പം ഞാനത് ഉപദേശമായിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം മന്ത്രം സ്ഥിരമായിട്ട് ജപിക്കുക. അതിൻ്റെ ആ ഒരു പൂർണ്ണ വിശ്വാസത്തോട് ജപിക്കണം. പൂർണ്ണ വിശ്വാസികൾക്ക് പൂർണ്ണ ഫലം ഉണ്ടാകുന്ന മന്ത്രം തന്നെയാണ്. മഹാദേവനെ ശരിക്കും മനസ്സുരുക്കി പ്രാർത്ഥിച്ച് മഹാദേവൻ നമ്മുടെ മുമ്പിൽ ഉദിച്ച് നിൽക്കുകയാണ് സങ്കല്പത്തിൽ വേണം നമ്മൾ ആ വിളക്ക് കത്തിച്ച് ജപിക്കാനായിട്ട്. ഒരു ശകലമെങ്കിലും നിങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ചെയ്യരുത്, ഒരു ഗുണവും കിട്ടത്തില്ല.
അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.